വടക്കിനെ തോപ്പിക്കാനാവില്ല. വടക്കിനെ വെടക്കാക്കാൻ നോക്കണ്ട. തെക്കും വടക്കും ഉള്ള പോരാട്ടം തന്നെയാണ് പരിചകളിയിൽ നമ്മൾ ഇപ്പൊ കണ്ടത്. ബിക്കോസ് ഞങ്ങൾ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ഞങ്ങൾ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഇനി ഈ വയനാടിനെ ഈ തെക്കിനെയും വടക്കിനെയും ബന്ധിപ്പിച്ച ഒരാളുണ്ട് സുനിഷ. ആരാണത്? വിളിക്കാല്ലേ? പിന്നല്ല. Come on. തെക്കിന്റെയും വടക്കിന്റെയും ആശാനാണതായി നിൽക്കുന്നത്. എന്താണ് ആശാന്റെ പേര്? പേര് ജിബിൻ എന്നാണ്. സ്ഥലം കൊല്ലമാണ്. പക്ഷെ പോരാട്ടം ഉണ്ടോ തെക്കും വടക്കും തമ്മിലുള്ള? എല്ലാ എ ഗ്രേഡ് മാത്രമേ ഉള്ളൂ. എന്നാലും സബ് ജില്ലയിലും ജില്ലയിലും അവർ മത്സരിച്ച് എ ഗ്രേഡ് മേടിച്ചിട്ടാണ് സംസ്ഥാന തലത്തിൽ എത്തിയത്. ഒരു സ്റ്റേറ്റ് വന്നു ഒരു എ ഗ്രേഡ് ആയിരിക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. സുനിഷ അപ്പൊ നോക്കണം, ജില്ലയിലും സബ് ജില്ലയിലും എ ഗ്രേഡാ. പിള്ളേര് പുലിയാണ്. കരുത്തിൽ തെക്കനാണോ വടക്കനാണോ? രണ്ടും സമാസമം. അപ്പൊ ഈ രണ്ടുപേര് മാത്രമല്ല, പക്ഷെ ആശാന്റെ ശിഷ്യ സമ്പത്ത് എന്ന് പറയണത് അല്ലേ? അല്ലല്ല, എത്ര പേരുണ്ട്? ഏകദേശം ഒരു 84 സ്റ്റുഡൻസോളം ഉണ്ട്. ആഹാ, എത്ര ടീം ഇവിടെ പെർഫോം ചെയ്തു? ഏകദേശം 6 ടീമുണ്ട്. നമ്മുടെ ബൈബിളിലെ ഗാനങ്ങളും അതേ കണക്ക് തന്നെ കളരിയുടെ ചുവടുകളും സമന്വയിപ്പിച്ചാണ് ഇത് ചിട്ടപ്പെടുത്തി എടുത്തിരിക്കുന്നത്. ഇതൊരു ചില്ലറ കാര്യമല്ല, വാളും പരിചയമൊക്കെ വെച്ചിട്ടാണ്. കാലും കൈയൊക്കെ മുറിയുന്ന ഒരു സ്ഥിരം ഇതാണോ? അങ്ങനെ നമ്മുടെ ഇതിനകത്ത് വരാറില്ല. നല്ല രീതിയിൽ പരിശീലനം കിട്ടുന്നതുകൊണ്ട് ഓൾറെഡി അങ്ങനെ മുറിവ് കാര്യങ്ങളൊന്നും വരാറില്ല. ഇതൊരു ആയോധന കലയാണ്. ഒന്നും ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാം ഒറിജിനലാണ്. അത്രയും പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാനും കാര്യങ്ങൾ പറ്റും. പെർഫോം ചെയ്യാൻ അല്ലാതെ വരുന്ന അപകടം വരും ചാൻസ് കൂടുതലാണ്. ഇതാണ് നമ്മുടെ ടീം വയനാട്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? അടിപൊളിയായിരുന്നു. തകർത്തോ? എങ്ങനെയായിരുന്നു നമ്മുടെ പരിശീലനം? പരിശീലനമായിരുന്നു. ജൂണിൽ നിന്ന് തുടങ്ങി രാപ്പകലില്ലാനുള്ള പരിശീലനം തന്നെയായിരുന്നു. നിങ്ങൾ ഈ പരിശീലിക്കുന്നതിന്റെ ഇടയിലൊക്കെ ഉള്ള ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? പാടും പരിചയം വെച്ചുള്ള പ്രാക്ടീസ്, നമ്മുടെ ദേഹം മുറിയാനുള്ള നോക്കുക, അതൊക്കെയായിരുന്നു ഭയങ്കര പാടായിട്ടുള്ള കാര്യം. തെക്കും വടക്കും ഒക്കെ ഈ പേരിലാണുള്ളതെങ്കിലും എന്റെ സുനിഷ സംഭവം വേറെ ലെവലാണ്. തട്ടേ കയറി കഴിഞ്ഞാൽ എല്ലാരും സെറ്റാണ്. അപ്പൊ വീഡിയോ ജേർണലിസ്റ്റ് അഭിമന്യുവിനൊപ്പം റിപ്പോർട്ടർ ചൈതന്യ സുനിഷുമാണ് കലോത്സവ നഗരിയിൽ നിന്നും.